ഡിയർ സ്റ്റുഡൻസ്, NAS +2 ഹിസ്റ്ററിയുടെ +2 പൊളിറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്സിലെ 5-3 മാർക്കുകൾക്ക് ചോദിച്ച 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അതിൻ്റെ ആൻസറുകൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ ഏതെങ്കിലും 5 സവിശേഷതകൾ വിവരിക്കാനാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ സവിശേഷത, ഇത് അന്തർലീനമാണ്. അന്തർലീനം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾ അന്തർലീനമാണ്, അഥവാ ജന്മന ലഭിക്കുന്നതാണ് മനുഷ്യാവകാശങ്ങൾ. ഒരു മനുഷ്യൻ ജനിക്കുന്നതോടുകൂടെ ജന്മന അവന് ലഭിക്കുന്നതാണ് മനുഷ്യാവകാശങ്ങൾ. ഒരു വ്യക്തി മനുഷ്യനായതുകൊണ്ട് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അവ ആരുടെയും സമ്മാനമോ അല്ലെങ്കിൽ ദാനമോ ആയിട്ട് നമുക്ക് ലഭിച്ചതല്ല. ഈ അവകാശങ്ങൾ ആർക്കും തന്നെ എടുത്തു മാറ്റുവാനുള്ള അധികാരവും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അന്തർലീനമായ അല്ലെങ്കിൽ ജന്മന ലഭിക്കുന്നതാണ് മനുഷ്യാവകാശങ്ങൾ. നെക്സ്റ്റ്, രണ്ടാമത്തത്, ഇത് സാർവത്രികമാണ്. അതായത് മനുഷ്യാവകാശങ്ങൾ സാർവത്രികമാണ്. അതായത് ലോകത്ത് എവിടെയുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ദേശീയത, ലിംഗം, വംശം, മതം, ഭാഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവ യാതൊന്നും പരിഗണിക്കാതെ ഈ അവകാശങ്ങൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാലത്തും മനുഷ്യാവകാശം ബാധകമാണ്. സാർവത്രികം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവൻ എവിടെയാണെങ്കിലും അവൻ്റെ അവകാശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യാവകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, മൂന്നാമത്തത്, അവിഭാജ്യമാണ്. മനുഷ്യാവകാശങ്ങൾ അവിഭാജ്യമാണ്. അതായത് പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു തരം അവകാശം മറ്റുള്ളവയേക്കാൾ പ്രധാനമല്ല. അതായത് ഈ മനുഷ്യാവകാശങ്ങളെല്ലാം അത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒന്ന് നിഷേധിക്കുന്ന സമയത്ത് അത് മറ്റൊന്നിനെ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശം എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, നാലാമത്തത്, പരസ്പരം ആശ്രയിക്കുന്നതും പരസ്പരം ബന്ധപ്പെട്ടതും. മനുഷ്യാവകാശങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നവയും ബന്ധപ്പെട്ടവയുമാണ്. അതായത് ഒരു അവകാശത്തിൻ്റെ പുരോഗതി പലപ്പോഴും മറ്റുള്ളവയുടെ പുരോഗതിക്ക് സഹായിക്കുന്നു. അതുപോലെ ഒരവകാശം നിഷേധിക്കപ്പെടുന്നത് മറ്റുള്ളവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ അവകാശങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരവകാശം നിഷേധിക്കുമ്പോൾ അത് മറ്റുള്ള അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഒരാളുടെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം അവൻ്റെ രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള അവകാശത്തെ പിന്തുണക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത് അവൻ്റെ ഒരു രാഷ്ട്രീയ പങ്കാളിത്ത അവകാശം കൂടെയാണ് അവിടെ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം, അന്യാധീനപ്പെടുത്താനാവാത്തതാണ് മനുഷ്യാവകാശം. മനുഷ്യാവകാശങ്ങൾ അന്യാധീനപ്പെടുത്താനാവാത്തതാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ കൂടാതെ ഈ അവകാശങ്ങൾ ആർക്കും എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. അതായത് ഒരു ജന്മന ലഭിക്കുന്ന അവകാശം ചില നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ ഒഴിവാക്കാൻ സാധിക്കുമെന്നല്ലാതെ മറ്റാർക്കും ഈ അവകാശം എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. കൂടാതെ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോലും ഈ അവകാശങ്ങൾ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. അതായത് ജീവിക്കുവാനുള്ള അവകാശം, ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് അവൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവകാശം അവന് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ
അത് മറ്റൊരു കുറ്റമായിട്ട് എന്ത് ചെയ്യും മാറും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോലും ഈ അവകാശങ്ങൾ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. സ്വാതന്ത്ര്യം, ജീവിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഇവക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് മനുഷ്യാവകാശത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ എനി 5 സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദ പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ ഏതെങ്കിലും 5 വരുമാന സ്രോതസ്സുകൾ വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ നോക്കൂ. ഒന്നാമത്തത് നികുതി വരുമാനം. അത് വസ്തുനികുതി ഉണ്ട്, കെട്ടിട നികുതികളുണ്ട്. ഓരോ വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന നികുതികളുണ്ട്, അതുപോലെ കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതികളുണ്ട്. നെക്സ്റ്റ് വരുന്നത് തൊഴിൽ നികുതികൾ, വാഹന നികുതി, ചിലയിടങ്ങളിൽ വാഹന നികുതി ലഭിക്കുന്നു, അതുപോലെ പരസ്യ നികുതി ലഭിക്കുന്നു. ഇനി നികുതിയല്ലാത്ത ചില വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട്, ഫീസുകൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ ലൈസൻസ് ഫീസുകൾ. മറ്റൊന്നാണ് വാടക വരുമാനം. അതായത് മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയ കെട്ടിടങ്ങളിൽ നിന്നുള്ള വാടക പഞ്ചായത്തിൻ്റെ വരുമാനമാണ്. അതിന് റെൻ്റൽ ഇൻകം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വാടകയൊക്കെ ഒരു പഞ്ചായത്തിൻ്റെ വരുമാനമായിട്ട് കണക്കാക്കാം. പിന്നെ മറ്റൊന്നാണ് യൂസർ ചാർജുകൾ. മറ്റൊന്ന് വരുന്നത് യൂസർ ചാർജ്, അതായത് വാട്ടർ, സാനിറ്ററി ചാർജ് പോലുള്ള സേവനങ്ങൾക്ക് ഈടാക്കുന്ന യൂസർ ചാർജുകളും പഞ്ചായത്തിൻ്റെ വരുമാനമാണ്. ഇനി മറ്റൊരു വരുമാന മാർഗമാണ് കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റുകൾ. കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാൻറ്റുകൾ, അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ഗ്രാൻറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായിട്ടുള്ള ഫണ്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് മറ്റൊന്ന്, മൂന്നാമത്തതാണ് സംസ്ഥാന സർക്കാർ ഗ്രാൻറ്റുകളും വിഹിതങ്ങളും. സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്രാൻറ്റുകൾ, വിഹിതങ്ങൾ. ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ഗ്രാൻറ്റുകൾ, സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നുള്ള വിഹിതങ്ങൾ, സംസ്ഥാന പദ്ധതികൾക്കായിട്ടുള്ള ഫണ്ടുകൾ, ഇതൊക്കെ പഞ്ചായത്തിൻ്റെ വരുമാന മാർഗമാണ്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് വരുന്നത് പലിശ വരുമാനം. പലിശ വരുമാനം. ഏതാണ് പലിശ വരുമാനം? പലിശ വരുമാനം വരുന്നത് സംഭാവനകൾ, മറ്റു വരുമാനങ്ങൾ, ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടുകളിൽ നിന്നുള്ള പലിശ, പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സംഭാവനകൾ, പിന്നെ അതുപോലെ ലേല വിൽപ്പനയിൽ നിന്നും പാട്ടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങൾ, ഇവയെല്ലാം ഒരു പഞ്ചായത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ പെട്ടതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 5 പവേഴ്സ് ആൻഡ് ജൂറിഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതികളുടെ 5 അധികാരങ്ങളും അവയുടെ അധികാര പരിധിയും വിശദീകരിക്കുക. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് റിട്ട് അധികാര പരിധി, റിട്ട് ജൂറിഡിക്ഷൻ ആണ്. അതായത് റിട്ട് അധികാരം എങ്ങനെയാണ് വരുന്നത്? ഇത് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റ് നിയമപരമായ ആവശ്യങ്ങൾക്കുമായി ഹൈക്കോടതികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ പറ്റും. അതിലൊന്നാമത്തത് ഹേബിയസ് കോർപ്പറസ്, രണ്ടാമത്തത് മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർച്വറാറി, അതുപോലെ അഞ്ചാമത്തത് കോ വാറന്റ്. ഈ 5 തരം റിട്ടുകൾ ഒരു ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടുകളാണ് ഈ 5 റിട്ടുകൾ. ഇത് മാത്രമായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ റിട്ടുകൾ 5 ഈ ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാവുന്ന ഈ 5 റിട്ടുകളാണ് വരുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഇതിനുള്ള അധികാരമുള്ളത്. ഇനി ഇതിൻ്റെ അധികാരപരിധി ഏതാണ്? ഹൈക്കോടതിയുടെ പ്രാദേശിക അധികാരപരിധിയിൽ, അതായത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണപ്രദേശത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ഏതൊരാൾക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ എതിരെ ഈ അധികാരം ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്.
സുപ്രീം കോടതിയേക്കാൾ, അതായത് മൗലികാവകാശങ്ങൾക്ക് മാത്രമായിട്ട് സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ് ഹൈക്കോടതിയുടെ ഈ റിട്ടിനുള്ള അധികാര പരിധി വരുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തെ കാര്യം അപ്പീൽ അധികാര പരിധിയാണ്. രണ്ടാമത്തത് അപ്പീൽ അധികാര പരിധി, അപ്പലേറ്റ് ജൂറിഡിക്ഷൻ. അധികാരം വരുന്നത് കീഴ്ക്കോടതികൾ, അതായത് സുപ്രീം കോടതിയുടെ കീഴിൽ വരുന്ന ജില്ലാ കോടതികളുണ്ട്, അതുപോലെ സെഷൻസ് കോടതികളുണ്ട്, മറ്റ് സബോർഡിനേറ്റ് കോടതികളുണ്ട്. അപ്പോൾ ഈ കീഴ്ക്കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധികൾക്കും അതുപോലെ ഉത്തരവുകൾക്കും എതിരായി വരുന്ന അപ്പീലുകൾ കേൾക്കുവാനും അവയിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഇനി ഇതിൻ്റെ അധികാര പരിധി പറയുന്നത് സിവിൽ കേസുകളിലാണെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളിലാണ്. അതിലൊന്നാമത്തത് സിവിൽ കേസുകളാണ്. ജില്ലാ കോടതികളുടെയും മറ്റ് സിവിൽ കോടതികളുടെയും വിധികൾക്കെതിരെയുള്ള അപ്പീലുകൾ വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ക്രിമിനൽ കേസുകൾ, സെഷൻസ് കോടതികൾ, അഡീഷണൽ സെഷൻസ് കോടതികൾ എന്നിവ മരണശിക്ഷയോ അല്ലെങ്കിൽ 7 വർഷത്തിലധികം തടവോ വിധിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള വിധികൾക്കെതിരെ അപ്പീലുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം വരുന്നത് മേൽനോട്ട അധികാര പരിധിയാണ്, സൂപ്പർവൈസറി ജൂറിഡിക്ഷൻ. മേൽനോട്ട അധികാര പരിധി, ഇതിൻ്റെ അധികാരം വരുന്നത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള എല്ലാ കീഴ്ക്കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും, അതായത് ഇതിൽ ഏത് വരില്ല, സൈനിക ട്രൈബ്യൂണൽ വരില്ല, അതല്ലാതെയുള്ള മറ്റെല്ലാ ട്രൈബ്യൂണലുകളുടെയും പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുവാനും അവയുടെ നടപടിക്രമങ്ങളും രേഖകളും ആവശ്യപ്പെടുവാനും അവക്ക് നിർദ്ദേശം നൽകുവാനും ഉള്ള അധികാരം ഹൈക്കോടതിക്ക് ലഭിക്കുന്നുണ്ട്, ഹൈക്കോടതിക്ക് ഉണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ഇത് ആർട്ടിക്കിൾ 227 പ്രകാരമാണ് ഈ അധികാരം നൽകുന്നത്. ഇനി ഇതിൻ്റെ അധികാര പരിധി വരുന്നത് സംസ്ഥാനത്തെ മുഴുവൻ കീഴ്ക്കോടതികളിലും അവയുടെ ഭരണപരവും നീതിന്യായപരവുമായ കാര്യങ്ങളിലും ഈ അധികാരം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ കാര്യം കീഴ്ക്കോടതികളുടെ നിയന്ത്രണം. കീഴ്ക്കോടതികളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതിന് അധികാരം വരുന്നത് എങ്ങനെയാണ്? ഹൈക്കോടതിക്ക് കീഴ്ക്കോടതികളിലെ നിയമങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഉൾപ്പെടെയുള്ള ഭരണപരമായ കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. മാത്രമല്ല, ഇതുകൂടാതെ ഭരണഘടനാപരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ കീഴ്ക്കോടതികളിൽ നിന്ന് സ്വയം ഏറ്റെടുക്കുവാനും കേസ് തീർപ്പാക്കിയ ശേഷം വിധി നൽകാനായി തിരിച്ചയക്കുവാനുമുള്ള അധികാരം ഹൈക്കോടതിക്ക് വരുന്നുണ്ട്. ഇത് ആർട്ടിക്കിൾ 228 പ്രകാരമാണ് ഈ അധികാരം ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അധികാര പരിധി വരുന്നത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള ജില്ലാ കോടതികൾ ഉൾപ്പെടെയുള്ള എല്ലാ കീഴ്ക്കോടതികളിലും ഈ അധികാരം പ്രയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം നീതിന്യായ പുനഃപരിശോധന അധികാരം, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. നീതിന്യായ പരിശോധന അധികാരം, ഇതിൻ്റെ അധികാരം വരുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിയമനിർമ്മാണ നടപടികളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ഭരണഘടനാപരമായിട്ട് സാധുവാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള അധികാരമാണ് ഈ നീതിന്യായ പുനഃപരിശോധന അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ നിർമ്മാണം, അതായത് അവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടി നിയമസഭ കൂടി എന്തെങ്കിലും നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അതുപോലെ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവുകൾ ഭരണഘടനാപരമായിട്ടൊക്കെ ഇത് സാധുവാണോ എന്നെല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിക്കുവാനുള്ള അധികാരമാണ് ഈ നീതിന്യായ പുനഃപരിശോധന അധികാരത്തിൽ വരുന്നത്. ഒരു നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടാൽ അത് അസാധുവായി പ്രഖ്യാപിക്കുവാനുള്ള അവകാശം ഹൈക്കോടതിക്ക് ഉണ്ട്. ഇനി ഇതിൻ്റെ അധികാര പരിധി വരുന്നത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലെ നിയമങ്ങളെയും
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളെയുമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ അധികാരങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തത്, ഹൈലി എനി ടു വീക്ക്നെസ് ഓഫ് ദ കമ്മിറ്റഡ് ബ്യൂറോക്രസി. ഒരു പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ബലഹീനതകൾ എടുത്തു കാണിക്കുക. വീക്ക്നെസ് ഓഫ് ദ കമ്മിറ്റഡ് ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ബലഹീനതകൾ, വീക്ക്നെസ് ആണ് പറയുന്നത്. ഇത് എക്സാമിന് 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ക്വസ്റ്റ്യനുകൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ 2 പോയിൻ്റൊക്കെ ചോദിച്ചുള്ളത് 3 പോയിൻ്റോ അല്ലെങ്കിൽ 5 പോയിൻ്റൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു 5 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കുക. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാമല്ലോ. അതിൽ ഫസ്റ്റ് വരുന്നത്, ഒന്നാമത്തെ പ്രശ്നം, വീക്ക്നെസ് രാഷ്ട്രീയവൽക്കരണമാണ്. ഫസ്റ്റ് വൺ, രാഷ്ട്രീയവൽക്കരണം. ഉദ്യോഗസ്ഥർ അവരുടെ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നിയമങ്ങളെയും ചട്ടങ്ങളെയും നീതിയെയും അടിസ്ഥാനമാക്കിയല്ലാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പലപ്പോഴും അവർ നിയമങ്ങളും ചട്ടങ്ങളും നീതിയുക്തമല്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഇത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ നിഷ്പക്ഷതയും രാഷ്ട്രീയ അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെയാക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ നിഷ്പക്ഷത എന്നുള്ള രീതി ഇല്ലാതെയാക്കും. ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്കോ അവരുടെ സ്വന്തക്കാർക്കൊക്കെ അനുകൂലമായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ ഇത് കാരണമാകുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത്, പ്രൊഫഷണലിസത്തിൻ്റെ തകർച്ച. ഇതിൽ മികച്ച പ്രകടനം, കഴിവ്, സത്യസന്ധത എന്നിവയേക്കാൾ രാഷ്ട്രീയ കൂറിനും വിധേയത്വത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു പ്രൊഫഷണൽ നിലവാരം കുറയുന്നതാണ്. അതായത് നല്ല കഴിവുള്ള ആളുകളാണെങ്കിലും അവർക്ക് അവരുടെ കഴിവോ സത്യസന്ധതയോ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഇതുകൊണ്ട് തന്നെ യോഗ്യരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാതെ വരികയും ഭരണത്തിൻ്റെ കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം, പൊതുജന താൽപ്പര്യത്തിന് എതിരാകാനുള്ള സാധ്യതയാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പൊതുജന താൽപ്പര്യങ്ങൾ അവഗണിക്കേണ്ടി വരുന്നതാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോടാണ് പ്രതിബദ്ധത പുലർത്തുന്നത് എങ്കിൽ അത് പൊതുജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യം ഈ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് ഭരണകക്ഷിയുടെ നയങ്ങൾ പൊതുജനങ്ങൾക്ക് ദോഷകരമാണെങ്കിൽ പോലും അതിനെ എതിർക്കുവാനോ തിരുത്തുവാനോ ഉള്ള ധാർമ്മിക ധൈര്യം ഉദ്യോഗസ്ഥർക്ക് നഷ്ടമാകുന്നതാണ്. ഇനി ഫോർത്ത് വൺ, നാലാമത്തത്, അധികാര ദുർവിനിയോഗവും അഴിമതിയും. രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുമ്പോൾ നിയമങ്ങൾ വളച്ചൊടിക്കാനും അധികാരം ദുരുപയോഗം ചെയ്യാനുമുള്ള പ്രവണത ഉദ്യോഗസ്ഥരിൽ വർദ്ധിക്കുന്നു. ഇത് അഴിമതി വർദ്ധിക്കുവാൻ കാരണമാവുകയും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം, രാഷ്ട്രീയപരമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ ഉദ്യോഗസ്ഥ അധികാരത്തിനെ ദുരുപയോഗം ചെയ്യുകയും ഇത് അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനൊക്കെ കാരണമാകുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത് നയപരമായ അസ്ഥിരത. ഭരണം മാറുമ്പോൾ പുതിയ ഭരണകക്ഷിയോട് കൂറു പുലർത്താൻ നിലവിലുള്ള ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നു. മുൻ ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥരെ പുതിയ സർക്കാർ ഒതുക്കുകയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുകയോ ചെയ്യുമ്പോൾ ഈ നയങ്ങളുടെ തുടർച്ചയും ദീർഘകാല പദ്ധതികളും
താളം തെറ്റുന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും ഭരണത്തിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് ഭരണം മാറുന്ന സമയത്ത് നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് അവരുടെ ജോലിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ ജോലിയിലെ മാറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റമൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു നയത്തിൻ്റെ പിന്തുടർച്ച ഇല്ലാതെയാകും. മാത്രമല്ല ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ താളം തെറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ബ്യൂറോക്രസിയുടെ വീക്ക്നെസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈലി എനി 3 മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും 3 പ്രധാന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനത്തിൽ ഒന്നാമത്തത് ഐക്യരാഷ്ട്രസഭ സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ തടയുക, അതുപോലെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുക, ആവശ്യമായ ഘട്ടങ്ങളിൽ സമാധാന സേനയെ വിന്യസിക്കുക എന്നിവ യു എൻ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് മനുഷ്യാവകാശ സംരക്ഷണമാണ്. ഈ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും അവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മനുഷ്യാവകാശ കൗൺസിൽ വഴി അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങളിൽ ഇടപെടുക. ഇവയെല്ലാം യു എന്നിൻ്റെ മനുഷ്യാവകാശ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തികളാണ്. മൂന്നാമത്തത് സൗഹൃദ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. രാഷ്ട്രങ്ങൾ തമ്മിൽ തുല്യതയുടെയും സ്വയം നിർണയാവകാശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സൗഹൃദ ബന്ധങ്ങൾ വളർത്തുവാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത് അന്താരാഷ്ട്ര സഹകരണവും സമാധാനപരമായ സഹവർത്തിത്വവും ഉറപ്പാക്കുവാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ കാര്യം സാമ്പത്തിക സാമൂഹിക വികസനമാണ്. ദാരിദ്ര്യം, വിശപ്പ്, രോഗങ്ങൾ, നിരക്ഷരത തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാതാക്കുവാൻ യു എൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പോലുള്ള ആഗോള അജണ്ടകൾ ആസൂത്രണം ചെയ്യുകയും അവ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ WHO, ലോക ആരോഗ്യ സംഘടന, അതുപോലെ തന്നെ യുനെസ്കോ തുടങ്ങിയുള്ള പ്രത്യേക ഏജൻസികളുമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുകയും ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ കാര്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ശക്തിപ്പെടുത്തുക. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും വികസിപ്പിക്കുകയും അവ പരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വഴി രാജ്യങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണുവാൻ അവസരം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട യു എന്നിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നാഷൻസിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് എനി 3 വീക്ക്നെസ് ഓഫ് ദ ഇന്ത്യൻ ഇലക്ടറൽ സിസ്റ്റം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും 3 ബലഹീനതകൾ വീക്ക്നെസ് വിശകലനം ചെയ്യുക. അതിൻ്റെ ആൻസർ ഒന്നാമത്തത് പണത്തിൻ്റെ സ്വാധീനം. തെരഞ്ഞെടുപ്പിൽ അമിതമായ പണത്തിൻ്റെ ഉപയോഗം ജനാധിപത്യ പ്രക്രിയയുടെ നിഷ്പക്ഷതയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. വലിയ ചെലവുകൾ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കുവാനുള്ള അവസരം കുറയുന്നു. മാത്രമല്ല വോട്ടർമാർക്ക് പണം നൽകുക, പാരിതോഷികങ്ങൾ നൽകുക തുടങ്ങിയ ദുഷ്പ്രവണതകളും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പണത്തിൻ്റെ സ്വാധീനമാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ക്രിമിനൽ വൽക്കരണം. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും
വിജയിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ബലഹീനതയാണ്. ഇവർ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും വോട്ടർമാരെ സ്വാധീനിക്കുവാനും ഭരണത്തിൽ സ്വാധീനം ചെലുത്തുവാനും ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ക്രിമിനൽ വൽക്കരണം. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം വരുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും സ്വാധീനം. ഇലക്ഷനിൽ ജാതിയും മതവും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിലും വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിലും ജാതി, മതം, പ്രാദേശിക വികാരങ്ങൾ എന്നിവക്ക് അമിതമായ സ്വാധീനം നൽകുന്നുണ്ട്. മിക്ക രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതത് മണ്ഡലങ്ങളിലെ ജാതി മത സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇത് ഭരണപരമായ കഴിവുകൾക്കോ നയങ്ങൾക്കോ പ്രാധാന്യം നൽകാതെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ജാതി, മതം, മറ്റ് പ്രാദേശിക വികാരങ്ങളെയൊക്കെ സ്വാധീനിച്ചു കൊണ്ടുള്ള ഇലക്ടറലിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര ജനാധിപത്യമില്ലായ്മ. മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ആഭ്യന്തര ജനാധിപത്യം കുറവാണ്. ഇവ ചില ഭാഗങ്ങളിൽ നേതൃത്വം നൽകുന്നത് ചില കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ വിഭാഗം വ്യക്തികളിലോ കേന്ദ്രീകരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കൂട്ടം ആളുകളായി മാറുകയും ചെയ്യുന്നു. ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിലെ ഭൂരിപക്ഷം അഭിപ്രായങ്ങൾക്കും അനുസരിച്ചല്ലാണ്ട് ഏതെങ്കിലും ചില വ്യക്തികളിലോ അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലോ മാത്രമായിട്ടുള്ള ആളുകൾ ഒരു കേന്ദ്രീകൃത തീരുമാനം എടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ പദവിയേക്കാൾ കുടുംബ ബന്ധങ്ങൾക്കും വ്യക്തിപരമായ കൂറിനും പ്രാധാന്യം ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ദുർബലമാക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം മോഡൽ പെരുമാറ്റ പരിമിതികൾ. അതായത് ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കും. ഇലക്ഷൻ കമ്മീഷൻ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും എന്നാലും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതും ഇലക്ഷൻ്റെ ഒരു ബലഹീനതയായിട്ടാണ് കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം, അതായത് MCC, ഇതിന് നിയമപരമായിട്ടുള്ള പിൻബലം വളരെ കുറവാണ്. ഇത് MCC ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്നതിലോ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുന്നതിലോ ഒതുങ്ങേണ്ടി വരുന്നു. അഞ്ചാമത്തെ കാര്യമാണ് മോഡൽ പെരുമാറ്റച്ചട്ടത്തിലെ പരിമിതപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ആണ് ഇലക്ഷൻ്റെ പരിമിതികളായിട്ട് ബലഹീനതകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 കോൺട്രിബ്യൂഷൻ ഓഫ് ദ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും 3 സംഭാവനകൾ വിശദീകരിക്കുക. ഒന്നാമത്തത് വരുന്നത് പ്രാദേശിക താല്പര്യങ്ങളെയും ആവശ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അതായത് ദേശീയ പാർട്ടികൾക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെയോ സവിശേഷമായ ആവശ്യങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, ഭാഷാപരമായ വികാരങ്ങൾ എന്നിവയെ പ്രാദേശിക പാർട്ടികൾ ശക്തമായി ഉയർത്തിക്കാട്ടുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയരൂപീകരണത്തിൽ പ്രാദേശിക കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികപരമായിട്ടുള്ള താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ആ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നു. അതായത് ഈ പ്രാദേശിക പാർട്ടികൾ കേന്ദ്രത്തിൽ അധികാരം പങ്കിടുവാനുള്ള അവസരം ലഭിക്കുന്ന സമയത്ത് അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ശബ്ദം ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രാദേശിക പാർട്ടികൾ നമ്മൾ MP-മാരൊക്കെ ആവുമല്ലോ. അപ്പോൾ ഈ പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുവാൻ വേണ്ടി കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അവസരം നൽകുന്നുണ്ട്.
ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതകളെ തടയുവാനും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും സാമ്പത്തിക വിഹിതവും ആവശ്യപ്പെടുവാനും ഈ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നു. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം, കൂട്ടുകക്ഷി ഭരണത്തിന് അടിത്തറയിടുന്നു. ഒരു ദേശീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെ കൂട്ടുകക്ഷി സർക്കാരുകൾ രൂപീകരിക്കുവാൻ ഇത് വഴിയൊരുക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുകയും വിവിധ ചിന്താഗതികൾ ഭരണത്തിൽ പ്രതിഫലിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലെല്ലാം ഈ ദേശീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത പല പ്രദേശങ്ങളും പല സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഈ ദേശീയ പാർട്ടികളുടെ കൂട്ടുകക്ഷിയായിട്ട് പ്രവർത്തിക്കുകയും അവരുമായിട്ട് സർക്കാർ ഉണ്ടാക്കുകയും ചെയ്യുന്ന പതിവ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് കൂട്ടുകക്ഷി ഭരണത്തിന് അടിത്തറയിടുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തത്, ജനാധിപത്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. പ്രാദേശിക തലത്തിൽ ജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് അടുപ്പിക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയുന്നു. പ്രാദേശിക പ്രശ്നങ്ങളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൂടുതൽ വോട്ടർമാരെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഇത് താഴെ തട്ടിലുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ജനാധിപത്യം വലിയ രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത്, ദേശീയ പാർട്ടികൾക്ക് വെല്ലുവിളിയാകുന്നു. പ്രാദേശിക പാർട്ടികൾ ദേശീയ പാർട്ടികൾക്ക് വെല്ലുവിളിയാകുന്നു. പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യം ദേശീയ പാർട്ടികളെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുവാൻ നിർബന്ധിതരാക്കുന്നു. തങ്ങളുടെ നയങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കാൻ അവർ ശ്രമിക്കുകയും പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രേരിതരാവുകയും ചെയ്യുന്നു. ഇത് ദേശീയ പാർട്ടികൾക്ക് ഒരു പരിശോധനയും അതുപോലെ സന്തുലിതാവസ്ഥയുമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതായത് ഈ ദേശീയ പാർട്ടികൾ പലപ്പോഴും പല പ്രദേശങ്ങളും പിന്നോക്കം നിൽക്കുന്ന പല പ്രദേശങ്ങളെയും അവഗണിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ വികസനവും അവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും. അല്ല എങ്കിൽ അവിടെ ദേശീയ പാർട്ടിയേക്കാൾ നന്നായിട്ട് പ്രാദേശിക പാർട്ടികൾ വളർന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ പാർട്ടികൾ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ദേശീയ പാർട്ടികൾക്ക് വെല്ലുവിളിയാകുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി 3 പ്രഷർ ഗ്രൂപ്പ്സ് ലിങ്ക്ഡ് ടു ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 3 സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പേര് പറയുക. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് INTUC. INTUC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാർട്ടിയാണ് INTUC. നെക്സ്റ്റ് വരുന്നത് AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPI-യുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാർട്ടിയാണ് AITUC എന്നുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തത് BMS ആണ്, ഭാരതീയ മസ്ദൂർ സംഘ്. ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS, അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി BJP, ഈ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് BMS. ഇനി നെക്സ്റ്റ് നാലാമത്തതാണ് CITU, സെൻറ്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPIM, മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ CITU എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് HMS എന്ന് പറഞ്ഞാൽ ഹിന്ദ് മസ്ദൂർ സഭ. ഇവ പ്രധാനമായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ കൂട്ടായ്മയാണ് HSM എന്ന് പറയുന്നത്. ഈ ട്രേഡ് യൂണിയനുകളൊക്കെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത്
9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 3 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ വിവരിക്കുക. അതിന്റെ ആൻസർ നോക്കൂ. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് തിരഞ്ഞെടുപ്പ് തീയതികളും സമയക്രമവും പ്രഖ്യാപിക്കുക. ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ പ്രഖ്യാപിക്കുക. വിജ്ഞാപനം പുറപ്പെടുവിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതികൾ കണക്കാക്കുക. അതുപോലെ വോട്ടെണ്ണൽ പ്രഖ്യാപിക്കുക. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഫലപ്രഖ്യാപനം തുടങ്ങിയ ഒരു ഇലക്ഷന്റെ സമ്പൂർണമായ സമയക്രമങ്ങളും മറ്റ് നിബന്ധനകളൊക്കെ തയ്യാറാക്കുകയും അവ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് വരുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കലും പരിഷ്കരിക്കലും. വോട്ടർ പട്ടിക തയ്യാറാക്കുക. കാലാകാലങ്ങളിൽ പുതിയ വോട്ടർമാരെ ചേർക്കുക. മരണപ്പെട്ടവരെയും സ്ഥലപരിധിക്ക് പുറത്തുള്ളവരെയും ഒഴിവാക്കി പട്ടിക ശുദ്ധീകരിക്കുക. അതായത് പട്ടിക പുതുക്കുകയും ചെയ്യുന്നത് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ പാർട്ടിയായോ പ്രാദേശിക പാർട്ടിയായോ അംഗീകാരം നൽകുന്നതും ഓരോ പാർട്ടിക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും കമ്മീഷന്റെ അധികാരമാണ്. നെക്സ്റ്റ് 4ാമത്തത് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക. MCC. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഫലം പ്രഖ്യാപിക്കുന്നത് വരെയുള്ള കാലയളവിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട മാതൃകാ പെരുമാറ്റച്ചട്ടം, അതാണ് പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുക എന്ന് പറയാമല്ലോ. അതിനാണ് MCC എന്ന് പറയുന്നത്. ഇത് പുറപ്പെടുവിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നെക്സ്റ്റ് 5ാമത്തത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തൽ. വോട്ടിംഗ് മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ, മറ്റ് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്നിവയുടെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക. ആ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക. പിന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുക. ബൂത്തുകളിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ഈ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 2 വീക്ക്നെസ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിന്റെ ഏതെങ്കിലും 2 ബലഹീനതകൾ, പോരായ്മകൾ വിശദീകരിക്കുക. അതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ, ഒന്നാമത്തത് അമിതമായ വ്യക്തി കേന്ദ്രീകരണം. ലിബറലിസം ഒന്നാമത്തത് അമിതമായ വ്യക്തി കേന്ദ്രീകരണമാണ്. ഇവിടെ ലിബറലിസം വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് പലപ്പോഴും സാമൂഹിക ബന്ധങ്ങളെയും സമൂഹത്തിന്റെ കൂട്ടായ ആവശ്യങ്ങളെയും അവഗണിക്കുവാൻ കാരണമാകുന്നതാണ്. അതായത് ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനേക്കാൾ കൂടുതലായിട്ട് വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതു നന്മയേക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അമിതമായ വ്യക്തി കേന്ദ്രീകരണമാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ലിബറലിസം, പ്രത്യേകിച്ച് അതിൻ്റെ നവലിബറൽ രൂപത്തിൽ, സ്വതന്ത്ര കമ്പോളത്തിനും കുറഞ്ഞ സർക്കാർ ഇടപെടലിനും ഊന്നൽ നൽകുന്നു. അതായത് സ്വതന്ത്ര കമ്പോളത്തിനും അതുപോലെ സർക്കാരിൻ്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് സ്വകാര്യപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കമ്പോളത്തിന്, അതായത് ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മാർക്കറ്റ് വിപണിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സമ്പത്തും വരുമാനവും ഒരു ചെറിയ വിഭാഗം ആളുകളിൽ കേന്ദ്രീകരിക്കുവാൻ കാരണമാവുകയും ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തത് ചരിത്രപരമായിട്ടുള്ള അനീതികളെ അവഗണിക്കുന്നു. ലിബറൽ ചിന്താഗതികൾ പലപ്പോഴും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് വാദിക്കുന്നുണ്ട്.
അവരുടെ പൊതുവിലുള്ള കാര്യം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ, അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും ചരിത്രപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന അനീതികളെയും പിന്നോക്കാവസ്ഥയെയും ഇത് വേണ്ടത്ര രീതിയിൽ പരിഗണന നൽകുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, നാലാമത്തത് രാഷ്ട്രീയപരമായ നിസ്സംഗതക്ക് വഴിവെക്കുന്നു. ലിബറൽ ജനാധിപത്യത്തിൽ പൗരന്മാരുടെ പങ്ക് പ്രധാനമായും വോട്ട് ചെയ്യുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ലിബറൽ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ, പൊതുജനങ്ങൾ വോട്ട് നൽകി വിജയിക്കുന്ന ആളുകൾ ഈ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിലേക്ക് ശ്രദ്ധ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പൗരന്മാരുടെ പ്രധാനമായും വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കുകയും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിസ്സംഗത കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥക്ക് ലിബറലിസം വഴിയൊരുക്കുകയും ചെയ്തേക്കാം. നാലാമത്തെ കാര്യം രാഷ്ട്രീയപരമായ നിസ്സംഗതക്ക് വഴിവെക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത് സാംസ്കാരികപരമായിട്ടുള്ള ഏകീകരണം. ആഗോളവൽക്കരണവും ലിബറൽ ആശയങ്ങളും ചേരുമ്പോൾ ലോകമെമ്പാടുമുള്ള സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറഞ്ഞ് പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നയിച്ചേക്കാമെന്നൊരു വിമർശനം ഉണ്ട്. അതായത് സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങളെ കുറച്ച് കാണിക്കുകയും അവരൊക്കെ പാശ്ചാത്യവൽക്കരണത്തിലേക്കുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടുമാണ് ലിബറലിസം കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വിമർശനം പൊതുവായിട്ടുണ്ട്. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടുകൾ പരമ്പരാഗതമായ സാംസ്കാരിക മൂല്യങ്ങളെയും സമൂഹങ്ങളെയും ദുർബലമാക്കുന്നു എന്ന് വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം സാംസ്കാരികപരമായിട്ടുള്ള ഏകീകരണം ഇല്ലാതെയാകുന്നു എന്നാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് മാർക്സിസം. മാർക്സിസത്തിന്റെ പ്രസക്തി വിശദീകരിക്കുക. മാർക്സിസം എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സ് അതുപോലെ തന്നെ ഫ്രെഡറിക് എംഗൽസ് ഇവർ വികസിപ്പിച്ചെടുത്ത ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സിദ്ധാന്തമാണ് മാർക്സിസം എന്നറിയപ്പെടുന്നത്. ഇത് ചരിത്രത്തെയും സമൂഹത്തെയും വിശകലനം ചെയ്യുന്നതിനാൽ മാർക്സിസം ഇന്നും വളരെ പ്രസക്തമായി തുടരുന്നുണ്ട്. അതിനുള്ള ഇപ്പോഴും മാർക്സിസത്തിന് പ്രസക്തി ലഭിക്കുന്നതിനുള്ള ചില കാരണങ്ങളാണ് താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഒന്നാമത്തത് മുതലാളിത്തത്തിന്റെ വിമർശനം. അതായത് അസമത്വത്തെക്കുറിച്ചുള്ള വിശകലനം. അതായത് ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ, മുതലാളിമാരായിട്ടുള്ള ഒരു വിഭാഗവും അതുപോലെ തൊഴിലാളികളായിട്ടുള്ള ഒരു വിഭാഗവും. മുതലാളിത്തം എങ്ങനെയാണ് സമ്പന്നരായ ഒരു ന്യൂനപക്ഷത്തെ, അതായത് ബൂർഷ്വാസി സൃഷ്ടിക്കുന്നതെന്നും ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ, മുതലാളിമാരായിട്ടുള്ള ആളുകൾ തൊഴിലാളികളെ എങ്ങനെ ചൂഷണം ചെയ്യുന്നതെന്നും മാർക്സിസം വിശദീകരിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങളും കോർപ്പറേറ്റ് ശക്തിയുടെ വളർച്ചയും മാർക്സിന്റെ ഈ വിമർശനത്തിന് ഇന്നും വലിയ പ്രസക്തി നൽകുന്നുണ്ട്. അതായത് സമ്പന്നരായിട്ടുള്ള മുതലാളിമാരായിട്ടുള്ള ആളുകൾ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് ശക്തികളുടെ വളർച്ചയും അതിലൂടെ സാമ്പത്തിക അസമത്വങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വിമർശനം അത് കൊണ്ടുവന്നത് ആരാണ്? മാർക്സിസമാണ്. ഒന്നാമത്തെ കാര്യം മുതലാളിത്തത്തിന്റെ വിമർശനം. അതുപോലെ മറ്റൊരു കാര്യമാണ് ചൂഷണത്തിന്റെ സിദ്ധാന്തം. അതായത് മുതലാളിത്തത്തിന്റെ അടിസ്ഥാനം അധിക മൂല്യം ആണെന്ന മാർക്സിന്റെ ആശയം തൊഴിലാളികളുടെ അധ്വാനത്തെ മുതലാളിമാർ എങ്ങനെ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. അതായത് ഈ മുതലാളിമാർ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം അധിക മൂല്യം എന്നുള്ളതാണ്. അതായത് ചിലവ് കുറച്ചുകൊണ്ട് എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകാതെ
അധികമായിട്ടുള്ള മൂല്യം, അതായത് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇവിടെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് വർഗസമര സിദ്ധാന്തം. രണ്ടാമത്തെ കാര്യമാണ് വർഗസമര സിദ്ധാന്തം. സമൂഹം പല സമൂഹം പലപ്പോഴും സമൂഹം പലപ്പോഴും വിരുദ്ധ താല്പര്യങ്ങളുള്ള വർഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാർക്സിസം പറയുന്നുണ്ട്. ഈ വർഗങ്ങൾ തമ്മിലുള്ള സമരമാണ് ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ വർഗങ്ങളായിട്ട് വിരുദ്ധ താല്പര്യങ്ങളുള്ള വർഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്. അതായത് വംശീയത, ലിംഗവിവേചനം തുടങ്ങിയ പുതിയ രൂപത്തിലുള്ള സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക വർഗപരമായ വിഭജനം പല രാജ്യങ്ങളിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയത്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് വ്യത്യസ്ത വർഗങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിട്ട് കണക്കാക്കുകയും സാമ്പത്തിക വർഗം അതുപോലെ തന്നെ തൊഴിലാളി വർഗം എന്നുള്ള രണ്ട് വിഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളുന്ന സിദ്ധാന്തമാണ് വർഗസമര സിദ്ധാന്തത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം ഭൗതികവാദപരമായ ചരിത്ര വിശകലനം. ഓരോ സമൂഹത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ ഘടനകളെയും നിർണ്ണയിക്കുന്നത് അവിടുത്തെ സാമ്പത്തിക അടിത്തറയാണ് എന്ന് മാർക്സിയൻ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് ഇന്നും വളരെ പ്രസക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. സാമ്പത്തിക ഉൽപാദന രീതികൾ എങ്ങനെയാണ് നിയമങ്ങളെയും മതത്തെയും വിദ്യാഭ്യാസത്തെയും സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ സിദ്ധാന്തം മാർക്സിയം സിദ്ധാന്തം വളരെയധികം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് അന്യവൽക്കരണം. മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയിൽ തൊഴിലാളികൾക്ക് തൻ്റെ ഉൽപ്പന്നത്തിൽ നിന്നും അധ്വാന പ്രക്രിയയിൽ നിന്നും മനുഷ്യ സമൂഹത്തിൽ നിന്നും സ്വന്തം അസ്തിത്വത്തിൽ നിന്നും എങ്ങനെ അകന്നു പോകേണ്ടി വരുന്നു എന്ന് മാർക്സ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മുതലാളിമാർ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണമായിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവരുടെ അധ്വാന പ്രക്രിയ, അതുപോലെ മനുഷ്യ സമൂഹം, പിന്നെ ഓരോ തൊഴിലാളിയുടെയും സ്വന്തമായിട്ടുള്ള അസ്തിത്വം, ഇതിൽ നിന്നെല്ലാം ഈ മുതലാളിത്തത്തിൻ്റെ പ്രക്രിയ കാരണമായിട്ട് തൊഴിലാളികൾ, അതായത് തൊഴിലാളി വിഭാഗമായിട്ടുള്ള ആ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അകന്നു പോകേണ്ടി വരുന്നു എന്ന സാഹചര്യം കാൾ മാർക്സ് വളരെയധികം വ്യക്തമായി പറയുന്നുണ്ട്. ആധുനിക കാലത്തെ തൊഴിലാളികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും തൊഴിലിലെ സംതൃപ്തിയില്ലായ്മയും മാർക്സിൻ്റെ ഈ ആശയത്തിന് പുതിയ മാനം നൽകുന്നുണ്ട്. അപ്പോൾ ഈ മുതലാളിത്തത്തിൽ നിന്നും തൊഴിലാളിയെ അന്യവൽക്കരണം നടത്തുന്നു എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം വിമർശനാത്മക പഠനങ്ങൾക്ക് അടിത്തറ. രാഷ്ട്രീയം, സമൂഹം, ചരിത്രം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ വിവിധ പഠന മേഖലകളിലെ വിമർശനാത്മക സിദ്ധാന്തങ്ങൾക്ക് മാർക്സിസം ഒരു അടിത്തറയായി പ്രവർത്തിക്കുന്നു. സമൂഹത്തിലെ അധികാരബന്ധങ്ങളെയും ഘടനാപരമായ ചൂഷണങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇത് ഗവേഷകരെയും വിദ്യാർത്ഥികളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു വിമർശനാത്മകപരമായിട്ടുള്ള പഠനങ്ങൾക്ക് സഹായകമായിട്ടാണ് കാൾ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങളും ചിന്താരീതികളും വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. സ്റ്റേറ്റും നാഷനും, സംസ്ഥാനവും രാഷ്ട്രവും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ വിശദീകരിക്കുക. അതിൽ ഒന്നാമത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്നാമത്തത് അടിസ്ഥാന സ്വഭാവം. സംസ്ഥാനത്തിൽ വരുന്നത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായോ ഉള്ള ആശയമാണ് സംസ്ഥാനം.
ഇതിന് സംസ്ഥാനത്തിന് നിർബന്ധമായും ഭൂപ്രദേശം ഉണ്ടായിരിക്കണം, അവിടുത്തെ ജനസംഖ്യ, പിന്നെ അതുപോലെ അത് ഭരിക്കുവാൻ വേണ്ട സർക്കാർ ഉണ്ടായിരിക്കണം, പിന്നെ ആ സംസ്ഥാനത്തിൻ്റെ പരമാധികാരം. ഈ കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്നാമത്തത് സംസ്ഥാനത്തിന് നിർബന്ധമായും ഭൂപ്രദേശം, ജനസംഖ്യ, സർക്കാർ, പരമാധികാരം എന്നിവ ആവശ്യമാണ്. എന്നാൽ രാഷ്ട്രത്തിലാണെങ്കിൽ രാഷ്ട്രമുണ്ടാകുന്നത് ഒരു സാംസ്കാരിക മനഃശാസ്ത്രപരമായ ആശയമാണ് രാഷ്ട്രം. ഒരു പൊതു സ്വത്വബോധം ഉള്ള ജനങ്ങളുടെ സമൂഹം, അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരേ രീതിയിലുള്ള സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു കൂട്ടായ്മയാണ് രാഷ്ട്രം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പരമാധികാരം. സംസ്ഥാനത്തിന് പരമാധികാരം സംസ്ഥാനത്തിന് നിർബന്ധമാണ്. പരമാധികാരമില്ലാതെ ഒരു സ്ഥാപനത്തെ സംസ്ഥാനമെന്ന് വിളിക്കുവാൻ സാധ്യമല്ല. അതേസമയം രാഷ്ട്രത്തിനാണെങ്കിൽ രാഷ്ട്രത്തിന് പരമാധികാരം നിർബന്ധമില്ല. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ഒരു പൊതു ഭരണകൂടത്തിൻ്റെ പരമാധികാരം ഇല്ലാതെയും നിലനിൽക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരമാധികാരം ഇല്ലാതെയും രാഷ്ട്രം നിലനിൽക്കും. എന്നാൽ ഒരു സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം, ഭൂമിശാസ്ത്രപരമായ അതിർത്തി. സംസ്ഥാനത്തിന് നിർബന്ധമായും വ്യക്തവുമായ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയും പ്രദേശവും ഉണ്ടായിരിക്കണം. രാഷ്ട്രത്തിനാണെങ്കിൽ രാഷ്ട്രത്തിന് വ്യക്തമായ ഭൂമിശാസ്ത്രപരമായ അതിർത്തി നിർബന്ധമില്ല. അതിർത്തികളില്ലാതെ ലോകമെമ്പാടുമുള്ള ഒരു പ്രത്യേക ജനവിഭാഗത്തെ രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് അന്യഭാഗത്തുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു കൂട്ടായ്മയൊക്കെ രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, നാലാമത്തത് ഏകതാനത എന്ന് പറഞ്ഞാൽ യൂണിറ്റി. സംസ്ഥാനത്തിൻ്റെ എല്ലാ പൗരന്മാർക്കും നിയമപരമായി ഏകതാനത, അതായത് ലീഗലി യൂണിഫോം ഉള്ള ആളുകളാണ്. എല്ലാവരും ഏകരാണ്. അതായത് അവർക്ക് ഒരേ പൗരത്വവും ഒരേ നിയമങ്ങളുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉള്ള ഒരു പൗരന് അവന് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ നിയമമാണ് ഉണ്ടാവുക, ഒരേ നിയമങ്ങളാണ് ബാധകമാകുന്നത്. അതേസമയം രാഷ്ട്രത്തിലാണെങ്കിൽ രാഷ്ട്രം, ഭാഷ, മതം, വംശം, സംസ്കാരം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു രാഷ്ട്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നതാണ്. മതത്തിന് അനുസരിച്ചും വംശത്തിനും സംസ്കാരത്തിനൊക്കെ അനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം, സംസ്ഥാനം രൂപീകരിക്കുന്നത് ഇത് ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് രൂപം കൊള്ളുന്നത്. സർക്കാർ രൂപീകരിക്കുമ്പോൾ സംസ്ഥാനം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതേസമയം രാഷ്ട്രമാണെങ്കിൽ ഇത് പൊതുവായ പാരമ്പര്യം, ചരിത്രം, വികാരങ്ങൾ, സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കാലക്രമേണ സ്വയമേവ വികസിച്ചു വരുന്നതാണ് രാഷ്ട്രം. അപ്പോൾ ഈ കാര്യങ്ങളാണ് രാഷ്ട്രവും സംസ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് അതുപോലെ ഒന്നെങ്കിൽ സ്റ്റേറ്റ് അതുപോലെ തന്നെ രാഷ്ട്രം തമ്മിലുള്ള നാഷൻ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, രണ്ടാൽ ഒരെണ്ണം. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ഓപ്ഷനായിട്ട് തരും. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റും നാഷനായിരിക്കും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതി പഠിക്കുക വേണം. ഒന്നാമത്തത് സംസ്ഥാനവും സർക്കാരും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ വിശദീകരിക്കുക. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ആശയം. സംസ്ഥാനത്ത് ഒരു നിശ്ചിത പ്രദേശത്തെ പരമാധികാരമുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് സംസ്ഥാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ പരമാധികാരമുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് സംസ്ഥാനം. എന്നാൽ
സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ഭരിക്കുകയും അതിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് സർക്കാർ. സർക്കാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഘടകം. രണ്ടാമത്തത് ഘടകം. ഘടകം വരുന്നത് സംസ്ഥാനത്തിന് 4 പ്രധാന ഘടകങ്ങളാണ് വരുന്നത്. അതേതൊക്കെയാണ്? 1 ജനസംഖ്യ, 2 പ്രദേശം, 3 പരമാധികാരം, 4 സർക്കാർ. അതുകൊണ്ട് തന്നെ സർക്കാർ എന്നത് സംസ്ഥാനത്തിൻ്റെ 4 ഘടകങ്ങളിൽ അനിവാര്യമായിട്ടുള്ള 4 ഘടകങ്ങളിൽ ഒന്നാണ് സംസ്ഥാനം. അതേസമയം സർക്കാർ എന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസി മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, ഒരു ഏജൻസിയാണ് സർക്കാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ഥിരത. സംസ്ഥാനം സ്ഥായിയായതാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് ജനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സംസ്ഥാനം നിലനിൽക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം, ഈ കേരളത്തിലെ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം കേരള സംസ്ഥാനം നിലനിൽക്കുന്നതാണ്. അതേസമയം സർക്കാർ ആണെങ്കിൽ സർക്കാർ അസ്ഥിരമാണ്. അതിന് സ്ഥിരതയുണ്ടോ? ഇല്ല. ഒന്നുകിൽ തെരഞ്ഞെടുപ്പുകളിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിപ്ലവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സർക്കാർ താഴെ ഇറങ്ങുകയും അടുത്തൊരു സർക്കാർ കയറുകയും ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭരണമൊക്കെ വരാം. അതായത് സംസ്ഥാനത്തിന് സ്ഥിരതയുണ്ട്, സർക്കാരിന് സ്ഥിരതയില്ല. നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് പരമാധികാരം. പരമാധികാരം സംസ്ഥാനത്തിൽ അന്തർലീനമാണ്. അതായത് പരമാധികാരം സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഒരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിന് പരമാധികാരം ഉണ്ടാവൽ നിർബന്ധമാണ്. അതേസമയം സർക്കാരിന് പരമാധികാരം ഉപയോഗിക്കുവാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. സർക്കാരിന് പരമാധികാരം ഉപയോഗിക്കുവാനുള്ള അധികാരം, അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് എന്ത് ചെയ്യാം? ആ സംസ്ഥാനം ഭരിക്കുന്നതിനുള്ള പരമാധികാരം നൽകുന്നതാണ്. ഈ പരമാധികാരം സർക്കാരിൽ നിക്ഷിപ്തമല്ല, അത് സംസ്ഥാനത്തിന് വേണ്ടി പ്രയോഗിക്കുന്നു. അപ്പോൾ അവർ സർക്കാർ ആയിട്ടിരിക്കുന്ന കാലത്തോളം ആ ഭരണകാര്യങ്ങളിൽ നോക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ, ആ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അധികാരവും നഷ്ടപ്പെടുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം വിശാലത. വിശാലത. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വ്യാപ്തി വിശാലമാണ്. ഒരു രാജ്യത്തിലെ എല്ലാ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും സർക്കാരിനെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അതേസമയം സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വ്യാപ്തി പരിമിതമാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ഘടകങ്ങളിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിലാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, മതങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം. എന്നാൽ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വ്യാപ്തിയോ വിശാലതയോ ലഭിക്കുന്നില്ല. ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണപരമായിട്ടുള്ള ഘടകം മാത്രമായിട്ടാണ് സർക്കാർ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് സംസ്ഥാനവും സർക്കാരും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ വിശദീകരിക്കുക. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് പദവികളുടെ ശ്രേണീബന്ധം. ഉദ്യോഗസ്ഥ സംവിധാനം ഒരു പിരമിഡ് രൂപത്തിലുള്ള ഘടനയാണ്. ഇതിൽ ഉയർന്ന പദവിയിലുള്ളവർക്ക് താഴ്ന്ന പദവിയിലുള്ളവരെ നിയന്ത്രിക്കുവാനും മേൽനോട്ടം വഹിക്കുവാനും അധികാരമുണ്ട്. ഓരോ ഉദ്യോഗസ്ഥനും തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന് മാത്രം ഉത്തരവാദിയായിരിക്കും. അവ ഇവിടെ പദവികളുടെ അടിസ്ഥാനത്തിലാണ്. ഉയർന്ന പദവിയിലുള്ള ആളുകൾക്ക് അധികാരങ്ങൾ കൂടുകയും താഴ്ന്ന പദവിയിലുള്ള ആളുകളെ അവരെ നിയന്ത്രിക്കുവാനുള്ള അധികാരവും ഉയർന്ന പദവിയിലുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പദവികളുടെ ശ്രേണീബന്ധം. നെക്സ്റ്റ് രണ്ടാമത്തത് നിയമങ്ങളും നടപടിക്രമങ്ങളും. എല്ലാ ജോലികളും തീരുമാനങ്ങളും കൃത്യമായ രേഖാമൂലമുള്ള നിയമങ്ങളുടെയും
നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ഇത് വ്യക്തമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവിടെ സ്ഥാനം നൽകുന്നില്ല. അതായത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവിടെ സ്ഥാനം ഇല്ല. ഓരോ ജോലിയും രേഖാമൂലമുള്ള നിയമങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. അതുപോലെ ഇത് പ്രവർത്തനങ്ങളിൽ സ്ഥിരതയും പ്രവചനാത്മകതയും ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം നിയമങ്ങളും നടപടിക്രമങ്ങളും. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം തൊഴിൽപരമായ വൈദഗ്ധ്യം. ജോലികൾ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഉദ്യോഗസ്ഥനും അവരുടെ വൈദഗ്ധ്യത്തിൻ്റെയോ അല്ലെങ്കിൽ കഴിവിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ചുമതല നൽകുന്നു. ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ കാര്യം തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം. ഇനി നാലാമത്തത് നിഷ്പക്ഷതയും വ്യക്തിരഹിത ബന്ധങ്ങളും. ഉദ്യോഗസ്ഥർ തങ്ങളുടെ സഹപ്രവർത്തകരുമായും പൊതുജനങ്ങളുമായും ഔദ്യോഗികവും നിഷ്പക്ഷവുമായ ബന്ധം പുലർത്തുന്നു. നിയമങ്ങളാണ് പ്രധാനം, അല്ലാതെ വ്യക്തിപരമായ വികാരങ്ങളോ പരിഗണനയോ അല്ല. ഇവിടെ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം ഔദ്യോഗികമായ യോഗ്യതയും ശമ്പളവും. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പരിശീലനത്തിൻ്റെയും സാങ്കേതിക യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണ്. അതായത് അവർ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ നിശ്ചിത പരീക്ഷകളിൽ നടത്തുന്ന വിജയം, PSC UPSC പോലെയുള്ള പരീക്ഷകൾ നടത്തും. അതിലൂടെ വിജയികളാകുന്ന ആളുകളെയാണ് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുന്നത്. സ്ഥാനങ്ങൾ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. അതുകൊണ്ട് തന്നെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഓരോ ആളുകളുടെയും കഴിവും അനുസരിച്ചുകൊണ്ട് കൃത്യമായ ശമ്പളവും സ്ഥാനക്കയറ്റവും ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അഞ്ചാമത്തെ കാര്യം ഔദ്യോഗികമായ യോഗ്യതയും ശമ്പളവുമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് എനി ടു പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും 2 സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങൾ അന്താരാഷ്ട്ര സമാധാനം, പ്രധാനമായിട്ടും വരുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷ നിലനിർത്തുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഐക്യരാഷ്ട്രസഭ ചെയ്യേണ്ട കാര്യങ്ങൾ. അവ ഈ 2 കാര്യങ്ങളിലും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. സംഘർഷം തകർത്ത രാജ്യങ്ങളിൽ ശാശ്വത സമാധാനത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരുടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലനത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി ഇവരുടെ സമാധാന പരിപാലന പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തത് വെടിനിർത്തൽ നിരീക്ഷണം. വെടിനിർത്തൽ നിരീക്ഷണം. സംഘർഷ മേഖലകളിലെ കക്ഷികൾ തമ്മിലുള്ള വെടിനിർത്തൽ കരാറുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ ഒന്നാമതായിട്ട് വരുന്നത്. ഒന്നാമത്തത് വെടിനിർത്തൽ നിരീക്ഷണം. രണ്ടാമത്തത് പൗരന്മാരുടെ സംരക്ഷണം. സമാധാന സേനയുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ് സംഘർഷത്തിൽ ഏറ്റവും ദുർബലരായ പൗരന്മാരെ സംരക്ഷിക്കുക എന്നത്. നേരിട്ടുള്ള ശാരീരിക ആക്രമണങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി പ്രധാന ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുകയും അതുപോലെ സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ ഏതെല്ലാം സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് പൗരന്മാരുടെ സംരക്ഷിക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് പൗരന്മാരുടെ സംരക്ഷണമാണ്. മൂന്നാമത്തത് സമാധാന കരാറുകളുടെ നടപ്പാക്കൽ. സഹായം. വിവിധ കക്ഷികൾ ഒപ്പുവെച്ച സമാധാന കരാറുകൾ നടപ്പാക്കുന്നതിന് സൈനികവും രാഷ്ട്രീയപരവുമായ സഹായം നൽകുന്നു. മുൻ പോരാളികളുടെ നിരായുധീകരണം.
അതുപോലെ സൈനിക പിരിച്ചുവിടൽ, പുനഃക്രമീകരണം എന്നീ പ്രക്രിയകളിൽ സജീവമായി പങ്കെടുത്ത് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, അതായത് സമാധാന കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം സമാധാന കരാറുകൾ നടപ്പാക്കൽ. നെക്സ്റ്റ്, ഫോർത്ത് വൺ, നാലാമത്തത് രാഷ്ട്രീയ പ്രക്രിയകളെ പിന്തുണക്കുക. സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക, അതുപോലെ പുതിയ ഭരണഘടനാ ചട്ടക്കൂടുകൾ സ്ഥാപിക്കുക, അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക, നിയമവാഴ്ച സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, അതായത് പോലീസ്, നീതിന്യായ വ്യവസ്ഥ, ജയിലുകൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നാലാമത്തെ കാര്യം രാഷ്ട്രീയ പ്രക്രിയകളെ പിന്തുണക്കുക. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തത് വരുന്നത് മനുഷ്യാവകാശ സംരക്ഷണവും പ്രോത്സാഹനവും. സംഘർഷ സമയങ്ങളിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും അവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെയും പ്രാദേശിക അധികാരികളെയും ബോധവൽക്കരിക്കുക. ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക. കൂടാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം മനുഷ്യാവകാശ സംരക്ഷണവും പ്രോത്സാഹനവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് പൊളിറ്റിക്സിലെ പ്രധാനമായിട്ടും 3-5 മാർക്കുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ. 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നൽകിയിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കാര്യങ്ങളും നോട്ട്സ് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക, എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കുവാൻ ശ്രമിക്കണം. ഓക്കെ.